എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 17 വരെ ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതിനുശേഷം 2-3 ദിവസം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കുക. കാരണം പല പ്രശ്നങ്ങളുമായി ഉരുത്തിരിയേണ്ടി വന്നു. നമ്മൾ വീണ്ടും ആരംഭിക്കുമ്പോൾ, ക്ലാസ്സുകൾ വീണ്ടും ആരംഭിക്കുമ്പോൾ മറ്റൊരു കാർമേഘം ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദികളെ വളർത്തി ലോകത്തിന് തന്നെ നാശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കത്തിനിടയിൽ തൻ്റെ മറ്റൊരു സഹോദരന് വേണ്ടി ഈ രാഷ്ട്രത്തെ പകുത്തു നൽകിയ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം. അധികാര കസേര പങ്കിടാൻ സഹോദരങ്ങൾ തമ്മിൽ തർക്കമായപ്പോൾ മഹത്തായ ഭാരത സാമ്രാജ്യം വിഭജിക്കപ്പെട്ട കഥ നമുക്കറിയാവുന്നതാണ്. ആ പാകിസ്ഥാൻ ഇന്ന് ഭാരതത്തിന് തന്നെ ഒരു തലവേദനയായി മാറിയിരിക്കുന്നു. ഭാരതത്തിനല്ല, ലോകത്തിന് തന്നെ തലവേദനയായി മാറിയിരിക്കുന്നു. മറ്റൊരു യുദ്ധം അനിവാര്യമാണോ? ചെയ്ത യുദ്ധങ്ങളിലൊക്കെ പരാജയപ്പെട്ട ചരിത്രം മാത്രമേ പാകിസ്ഥാനുള്ളൂ. 1971 ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക കമാൻഡർ മറ്റൊരു രാജ്യത്തിൻ്റെ സൈനിക കമാൻഡറുടെ മുമ്പിൽ ആയുധം താഴ്ത്തി വെച്ച് കീഴടങ്ങിയ ചരിത്രവും പാകിസ്ഥാനുണ്ട്. ഭാരതത്തിന് മുമ്പിൽ ആയുധം താഴ്ത്തി വെച്ച് തലകുനിച്ച് നിന്ന് ഭാരതത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കാർഗിൽ യുദ്ധത്തിൻ്റെ കഥകളും നമ്മൾ കണ്ടതാണ്. സ്വന്തം സൈന്യത്തെ ജിഹാദികൾ എന്ന പേരിൽ സ്വന്തം സൈന്യത്തിൻ്റെ ഭൗതിക ശരീരം പോലും ഏറ്റുവാങ്ങാൻ തയ്യാറാകാത്ത ഒരു നികൃഷ്ട രാജ്യം, സ്വന്തം രാജ്യത്തിൻ്റെ സൈനികരെ മറ്റൊരു രാജ്യത്തെ കയറ്റിവിട്ട് യുദ്ധം ചെയ്യിച്ച് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭൗതിക ശരീരം പോലും ഏറ്റുവാങ്ങാൻ, വളരെ ബഹുമാന പുരസ്സരം അവർക്ക് തിരിച്ചു നൽകിയ ശരീരം ഏറ്റുവാങ്ങാൻ തയ്യാറാവാത്ത ലോകത്തിലെ ഏക രാഷ്ട്രമെന്ന നികൃഷ്ട രാഷ്ട്രത്തിൻ്റെ പദവിയും പാകിസ്ഥാനുള്ളതാണ്. അവിടെ യുദ്ധം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ യുദ്ധം, അതിൻ്റെ മുഖം വികൃതമാണ്. മഹാഭാരത യുദ്ധം നമ്മൾ കണ്ടതാണ്. 1ഉം 2ഉം ലോകയുദ്ധങ്ങളുടെ പരിണതഫലവും ലോകം അനുഭവിച്ച് നമ്മൾ കണ്ടതാണ്. യുദ്ധങ്ങളെന്നും നാശങ്ങളെ വിതയ്ക്കാറുള്ളൂ. യുദ്ധം വിജയിച്ചാലും പരാജയപ്പെട്ടാലും നാശം ഉറപ്പാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനിക്കണം. പക്ഷേ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം അനിവാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ നാളെ വീണ്ടും ഇതൊരു തലവേദനയായി തുടരും. യുദ്ധത്തിനുള്ള അവകാശം, യുദ്ധം ചെയ്യാനുള്ള എപ്പോൾ എങ്ങനെ ആരംഭിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന അനുമതി ദേശീയ സുരക്ഷാ സമിതിയും പ്രധാനമന്ത്രിയും സൈന്യത്തിന് നൽകിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും സൈന്യം തീരുമാനിക്കട്ടെ. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഈ താടിയും മുടിയും ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ലോക്കൽ യൂണിഫോം അണിഞ്ഞ് ഭാരത സൈന്യത്തിനോടൊപ്പം ചേരാൻ സന്നദ്ധനാണ് ഈ പൂർവ്വ സൈനികനും. ഹരിയോം. നമുക്ക് ഭഗവത്ഗീതയിലേക്ക് തന്നെ മടങ്ങാം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 18-ാമത് ശ്ലോകം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്താഹ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. തീർച്ചയായും ഭഗവാൻ തന്നെ നമ്മളോട് പറയുകയാണ്, തയ്യാറായിക്കോളാൻ. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യ ഉക്താഹ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. നിത്യസ്യ ശാശ്വതനായി, അനാശിനഃ നാശരഹിതനായി, അപ്രമേയസ്യ അളക്കാനാകാത്ത,
ശരീരിണഃ ആത്മാവിൻ്റെ, ഇമ ദേഹാഹ ഈ ദേഹങ്ങൾ അന്തവന്ത നാശമുള്ളതാണെന്ന് ഉക്ത പറയപ്പെട്ടിരിക്കുന്നു. തസ്മാത് അതുകൊണ്ട് ഭാരത അല്ലയോ അർജുന യുദ്ധസ്വ യുദ്ധം ചെയ്യുക. കറക്റ്റ്. തയ്യാറാവാൻ ഭഗവാനും പറഞ്ഞിരിക്കുന്നു. ഈ ഭൗതിക ദേഹത്തിനേ നാശമുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനാണ്, നാശമില്ലാത്തവനാണ്, അപ്രമേയനാണ്. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക. അല്ലേ? ഹേ നരേന്ദ്ര, നീ യുദ്ധത്തിന് തയ്യാറാവുക. കാരണം ധർമ്മം രക്ഷിക്കേണ്ടതാണ് നിന്റെ കടമ. ധർമ്മരക്ഷാർത്ഥമാണ് നീ അവതരിച്ചിരിക്കുന്നത്. നീ യുദ്ധം ചെയ്യുക. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താഃ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. തസ്മാത് യുധ്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹ. ഭൗതിക ദേഹത്തിന് നാശം സ്വാഭാവികമത്രേ. അത് അത്ര പെട്ടെന്ന് സംഭവിച്ചേക്കാം. 100 കൊല്ലങ്ങൾക്ക് ശേഷമാവാം. സമയത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ജനിച്ചെന്നു മുതൽ ആരംഭിക്കുന്നു. നാശമാണ് ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ജനിച്ചെന്ന് മരിക്കാം, 10 വർഷം കഴിഞ്ഞ് മരിക്കാം, അല്ല 20 വർഷം കഴിഞ്ഞ് മരിക്കാം, ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞ് മരിക്കാം, ചിലപ്പോൾ 112, 113 ഒക്കെ ആയേക്കാം. പക്ഷേ എന്നേക്കും അതിനെ നിലനിർത്തുക എന്നത് സാധ്യമല്ല. പക്ഷേ ജീവാത്മാവിനെ ശത്രുക്കൾക്ക് കൊല്ലാനല്ലെന്നല്ല, അണുത്വം കൊണ്ട് കാണാൻ തന്നെ കഴിയുകയില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ചതുപോലെ ആർക്കും അളക്കുവാനോ കാണാനോ കഴിയില്ല അതിനെ എന്നതാണ് പരമമായ സത്യം. അതാണ് ഈ ശ്ലോകത്തിൽ കൂടി വ്യക്തമാക്കുന്നത്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. ഇതാണ് 18ാമത്തെ ശ്ലോകം. 19ാമത്തെ ശ്ലോകത്തിൽ കുറെ കൂടി മുന്നോട്ട് കടന്ന് ഭഗവാൻ പറയുന്നു, നമ്മളെയൊക്കെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് യ ഏനം വേത്തി ഹന്താരം, യ ഏനം വേത്തി ഹന്താരം, യഹ ച ഏനം, യഹ ച ഏനം മന്യതേ ഹതം, ഉഭൗ തൗ ന വിജാനീതോ ന അയം ഹന്തി ന ഹന്യതേ. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം ഭഗവാൻ ഇവിടെ പറയുന്നു. യ ഏനം വേത്തി ഹന്താരം, യഹ ച ഏനം യച്ഛൈനം മന്യതേ ഹതം, ഉഭൗ തൗ ന വിജാനീതഃ ന അയം നായം ഹന്തി ന ഹന്യതേ. യഹ യാതൊരുവൻ, ഏനം ഇവനെ ആത്മാവിനെ, ഹന്താരം ഹന്താവെന്ന് ഹനിക്കുന്നവനെന്ന് വേത്തി അറിയുന്നു, വിചാരിക്കുന്നു. കിംച തന്നെയല്ല, യഹ യാതൊരുവൻ, ഏനം ഇവനെ, ഹതം ഹതനെന്ന് ഹനിക്കപ്പെട്ടവനെന്ന് വേത്തി അറിയുന്നു. തൗ ഉഭൗ ആ രണ്ടുപേരും ന വിജാനീത ഒരിക്കലും അറിയുന്നില്ല, അയം ഇവൻ ആത്മാവ്, ന ഹന്തി ഹനിക്കുന്നില്ല, ന ഹന്യതേ കൊല്ലപ്പെടുന്നുമില്ല. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. കാരണം ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല, കൊല്ലപ്പെടുകയോ മരിക്കുകയോ ഇല്ല. ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങൾ ഏറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല. ശരീരം നശ്വരമാണ്, അതെപ്പോഴും നശിക്കാം. ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായി പറയും. നമുക്ക് അതിലേക്ക് തന്നെ പോകാം. യേനം വെത്തി ഹന്താരം യച്ഛൈനം മന്യതേ ഹതം, ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. യേനം വെത്തി ഹന്താരം യച്ഛൈനം മന്യതേ ഹതം, ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. കാരണം ആത്മാവ് കൊല്ലപ്പെടുകയോ മരിക്കുകയോ ഇല്ല, ആത്മാവിന് നാശമില്ല. നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം. 20ാമത്തെ ശ്ലോകമാണ്. ന ജായതേ അമ്രിയതേ വ കദാചി ന അയം ഭൂത്വാ
ഭവിത വ ന ഭൂയഃ അജഃ നിത്യഃ ശാശ്വതഃ അയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരിണേ. ആ പദച്ഛേദം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക. ന ജായതേ മ്രിയതേ വാ കദാചി ന അയം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ അജഃ നിത്യഃ ശാശ്വതഃ അയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരിണി. ഇതാണ് അതിൻ്റെ പദച്ഛേദം. നോക്കൂ, അയം മീൻസ് ഇവൻ മീൻസ് ആത്മാവ്. കദാചിത് ഒരിക്കലും, ന ജായതേ ജനിക്കുന്നില്ല, ന വാ മ്രിയതേ ഒരിക്കലും മരിക്കുകയും ചെയ്യുന്നില്ല, അയം ഇവൻ ഭൂത്വ ആവിർഭവിച്ചിട്ടോ അതായത് ഉണ്ടായിട്ടോ, ന വാഭവിത ആവിർഭവിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നില്ല, അജഹ അജനും അതായത് ജനനരഹിതനും, നിത്യഹ നിത്യനും, ശാശ്വതഃ ശാശ്വതനും, പുരാണഃ പണ്ടേ ഉള്ളവനുമായ, അയം ഇവൻ, ശരീരേ ശരീരം, ഹന്യമാനെ ഹനിക്കപ്പെടുമ്പോൾ, ന ഹന്യതേ ഹനിക്കപ്പെടുന്നില്ല, ന ജായതേ മ്രിയതേ വാ കദാചി നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജഃ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിനൊരിക്കലും ജനന മരണങ്ങളില്ല. അതുണ്ടായിട്ടില്ല, അതൊരിക്കലും ഉണ്ടാകുന്നില്ല, ഉണ്ടായിട്ടുമില്ല, ഭാവിയിൽ ഉണ്ടാകുകയില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണ്. ശരീരം നശിക്കുമ്പോൾ അതിന് ഒരിക്കലും മരണമില്ല എന്ന പരമമായ സത്യം ഇതാ ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. ന ജായതേ മ്രിയതേ വാ കദാചി നായം ഭൂത്വാ ഭവിതാ വ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരിണേ. ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാ വ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. പരമപുരുഷന്റെ സൂക്ഷ്മാണുപ്രായങ്ങളായ ആത്മാക്കൾ ഗുണങ്ങളിൽ പരമാത്മാവിനെ പോലെയാണ്. ശരീരത്തിനെന്ന പോലെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥൻ സ്ഥിരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതാണ് പരമമായ സത്യം, അല്ലേ? ഇത് തന്നെ ഒരിക്കലെ പറയുകയാണെങ്കിൽ കഠോപനിഷത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ന ജായതേ മ്രിയതേ വാ വിഭച്ഛിന്നായം കുതച്ഛിന്ന ബഭൂവഗച്ഛിത് അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇത് കഠോപനിഷത്തിലെ വാക്കാണ്. അത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്. ഏകദേശം ഈ പദ്യത്തിൻ്റെ പൊരുളും വ്യാഖ്യാനവും ഭഗവത്ഗീതയിലെ ശ്ലോകത്തിലുള്ളതുപോലെ തന്നെ അറിവുള്ളയാൾ എന്ന പദം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ. വിഭച്ഛിത് എന്ന ഒരു വാക്ക് മാത്രം, വിഭച്ഛിന്നായം അറിവുള്ളവൻ എന്ന വാക്ക് മാത്രമേ ഇവിടെ വ്യത്യാസമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ അത് തന്നെയാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ. ന ജായതേ മ്രിയതേ വാ വിഭച്ഛിന്നായം കുതച്ഛിന്ന ബഭൂവഗച്ഛിത് അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അല്ലേ? അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിനെ കുറിച്ചും പറയുന്നു. അതായത് പരമാത്മാവും അണുമാത്രമായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നുവെന്ന് ഇത് മറ്റൊരു ശ്ലോകത്തിലെ കഠോപനിഷത്തില് വീണ്ടും പറയുന്നു. എന്താണ്? അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മസ്യ ജന്തോ നിഹിതോ ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമാത്മന. ഇല്ലേ? ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ആ പഠിച്ച ശ്ലോകത്തിലേക്ക് തന്നെ പോകാം. എന്താണ്? ന ജായതേ മ്രിയതേ വാ കദാചിന്നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഹരി ഓം. നമുക്ക് ഒരു ശ്ലോകം കൂടി നോക്കാൻ കഴിഞ്ഞാൽ കുറെ കൂടിയായിരിക്കും, അല്ലേ? നമുക്ക് ആ ശ്ലോകം കൂടി നോക്കാം. 21-ാമത്തെ ശ്ലോകം. വേദാവിനാശിനം നിത്യം യ ഏനം അജം അവ്യയം ഏനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഖാദയതി ഹന്തി കം. വേദ അവിനാശിനം
നിത്യം യ ഏനം അജം അദ്യ അവ്യയം അവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തി കം. എന്താണ്? വേദാവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തി കം. യഹ യാതൊരുവൻ ഏനം ഇവനെ ആത്മാവിനെ അവിനാശിനം നാശരഹിതനായി നിത്യം നിത്യനായി അജം ജനനരഹിതനായി അവ്യയം ക്ഷയരഹിതനായിരിക്കുന്നവനെന്ന് വേദ അറിയുന്നുവോ സഹ പുരുഷ ആ പുരുഷൻ പാർത്ഥ അല്ലയോ പാർത്ഥ ആരെ എങ്ങനെ ഘാതയതി കൊല്ലിക്കുന്നു കം ആരെ എങ്ങനെ ഹന്തി കൊല്ലുന്നു. അല്ലയോ പാർത്ഥ ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമമില്ലാത്തവനുമാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അല്ലേ? പാർത്ഥന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ്, ആത്മാവിനെക്കുറിച്ചുള്ള ശാശ്വതമായ ഉപദേശമാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത ശ്ലോകം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ശ്ലോകമാണ്. അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി നരഹ അപരി ഉപരാണി നരഹ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംയാതി നവാനി ദേഹി. ഓർത്തു വെച്ചോളൂ മരണം എന്താണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗ്രഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംയാതി നവാനി ദേഹി. നരഹ മനുഷ്യൻ യഥാ യാതൊരു പ്രകാരം ജീർണാനി ജീർണങ്ങളായ വാസാംസി വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് നവാനി നവങ്ങളായ പുതിയ അപരാണി അന്യവസ്ത്രങ്ങളെ ഗ്രഹണാദി ഗ്രഹിക്കുന്നുവോ തഥാ അപ്രകാരം ദേഹി ആത്മാവ് ജീർണാനി ജീർണങ്ങളായ ശരീരാണി ശരീരങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് നവാനി നവങ്ങളായ പുതിയ അന്യാനി അന്യശരീരങ്ങളെ സംയാതി പ്രാപിക്കുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്ത് അണിയുന്നത് പോലെ ജീർണിച്ചുപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ തേടുന്നു. അതാണ് മരണം. കരയണം. ഹരേ കൃഷ്ണ. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാതി നരോപരാണി വാസാംസി ജീർണാനി യഥാ വിഹായ പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ നവാനി ഗ്രഹണാതി നരോപരാണി പുതിയവ സ്വീകരിക്കുന്ന ലാഘവത്തോട് തഥാ ശരീരാണി വിഹായ ജീർണ അപ്രകാരം ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് അന്യാനി സംയാതി നവാനി ദേഹി പുതിയ ദേഹങ്ങളെ സ്വീകരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ്! ഇതിനപ്പുറത്തേക്ക് ഒരു ഡെഫിനിഷൻ ലോകം ഇന്നോളം കണ്ടെത്തിയിട്ടില്ല. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. പഴകിയ ഉടുപ്പുകൾ മാറ്റി എത്ര മനോഹരമായിട്ടാണത് പറഞ്ഞിരിക്കുന്നത്. അണുമാത്രമായ ജീവാത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നു എന്നത് പരക്കെ അംഗീകൃതമായൊരു വസ്തുതയാണ്. അതിന് ബദലായിട്ടൊരു ശാസ്ത്ര വിജയം എങ്ങും കാണിച്ചിട്ടില്ല. ഇന്ന് വരെ ശാസ്ത്രത്തിനും അതിന് ബദലായിട്ടൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ആത്മാവുണ്ടെന്നതിൽ വിശ്വസിക്കാത്തവരും അതേസമയം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ഊർജത്തിൻ്റെ ഉറവിടം എന്തെന്ന് വിവരിക്കാൻ കഴിയാത്തവരുമായ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും അവിടെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പരിണാമങ്ങളെ നിഷേധിക്കാനാവില്ല. വാർദ്ധക്യത്തോടെ ഈ പരിണാമം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നു. മുൻ ശ്ലോകത്തിൽ ഇതേപ്പറ്റി വളരെ വ്യക്തമായി വിവരിച്ചിട്ടുമുണ്ട്. ഇതിനപ്പുറത്ത് ശാസ്ത്രത്തിനൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതാണ് പരമമായ തത്വം. ഹരിയോം. നമുക്ക് തുടർന്നും ക്ലാസ്സുകൾ ഉണ്ടാവും. തുടരാം. എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഒപ്പം ഭാരതത്തിൻ്റെ എല്ലാ വിജയവും ഭാരതത്തിനാവട്ടെ. കാരണം ധർമ്മത്തിൻ്റെ വിജയമാണ് അനിവാര്യം. ധർമ്മയുദ്ധത്തിൽ ധർമ്മം ജയിക്കണം. ധർമ്മം ജയിക്കണം. ആ ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹരിയോം.